നമ്മുടെയൊക്കെ ചുറ്റും കുറേ ആളുകൾ കാണും. നേരിട്ട് കാണുമ്പോൾ ഭയങ്കര പാവം, ഒന്നിനും കൊള്ളാത്തവരെന്ന് നമ്മൾ വിചാരിക്കും. എന്നാൽ സോഷ്യൽ മീഡിയയിൽ അവർ വേറെ ലെവലായിരിക്കും. അത്തരത്തിലൊരു പെൺകുട്ടിയുടെ കഥയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവളുടെ പേര് ഏജ്. അവൾ ജീവിക്കുന്നത് രണ്ട് വ്യക്തിത്വമായിട്ടാണ്. പകൽ സമയത്ത് സ്കൂളിൽ എല്ലാവരും പുച്ഛിക്കുന്ന, കാണാനൊട്ടും ഭംഗിയില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട ഒരു ഇര. എന്നാൽ രാത്രിയായാൽ അവൾ ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഒരു ഇന്റർനെറ്റ് സെൻസേഷനാണ്. അതും കൊറിയയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി ഇൻഫ്ലുവൻസർ. അവളുടെ ഈ ഇരട്ട ജീവിതം തകർക്കാൻ ഒരാൾ വരികയാണ്. ആരാണത്? നമുക്ക് നോക്കാം. സ്കൂളിലെ ഏജിന്റെ ജീവിതം ശരിക്കും നരകമാണ്. ഹാനിൽ എന്ന പെൺകുട്ടിയാണ് ഇവിടുത്തെ വില്ലത്തി. ഏജിനെ കാണുമ്പോൾ തന്നെ അവൾക്ക് പുച്ഛമാണ്. നിന്നെ കാണാൻ ഒരു പന്നിയെ പോലുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളെ കളിയാക്കും. ആരും അവളോട് കൂട്ടുകൂടില്ല. പാവ ഏജിൻ. ആകെയുള്ള ആശ്വാസം അവിടെ ഒരു സുഹൃത്ത് മാത്രമാണ്, ലീ ജിൻസങ്. അവനൊരു ഐഡിയൽ ട്രെയിനിയാണ്. സുന്ദരനായ അവൻ എന്തിനാണ് ഈ അരൂപിയായ പെൺകുട്ടിയോട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് അസൂയയാണ്. പക്ഷേ ജിൻസങ്ങിന് അവൾ വെറും ഒരു കൂട്ടുകാരിയല്ല, അവളുടെ മനസ്സിന്റെ നന്മ അവനറിയാം. ഇനി നമുക്ക് ഏജിന്റെ രഹസ്യ മുറിയിലേക്ക് പോകാം. സ്കൂൾ കഴിഞ്ഞു വന്നാൽ അവൾ നേരെ മുറിയിൽ കയറി വാതിലടയ്ക്കും. അവിടെ അവൾ മറ്റൊരു ലോകത്താണ്. കണ്ണാടിക്ക് മുന്നിലിരുന്ന് അവൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടാൽ നിങ്ങൾ ഞെട്ടും. കവിളിലെ തടിപ്പ് കുറയ്ക്കാൻ പ്രത്യേക ടേപ്പുകൾ ഉപയോഗിക്കുന്നു. കണ്ണിന്റെ വലിപ്പം കൂട്ടാൻ ലെൻസുകളും മുഖത്തെ പാടുകൾ മായ്ക്കാൻ ലെയറായി മേക്കപ്പും. അവസാനം ഒരു ലോങ് വിഗ് കൂടി വെച്ച് കഴിയുമ്പോൾ കണ്ണാടിയിൽ നിൽക്കുന്നത് പഴയ ഏജിനല്ല, അവൾ ജീനിയാണ്. പക്ഷേ ഇവിടെയും തീരുന്നില്ല. എടുത്ത ഫോട്ടോസ് മണിക്കൂറുകളോളം ഇരുന്ന് അവൾ എഡിറ്റ് ചെയ്യും. വിരലുകൾ കൊണ്ട് അവളുടെ ഓരോ അവയവത്തെയും അവൾ പെർഫെക്റ്റ് ആക്കും. ഈ ഫോട്ടോസ് ഇൻസ്റ്റഗ്രാമിൽ വരുമ്പോൾ കിട്ടുന്ന ലൈക്കുകളും യു ആർ എ ഗോഡസ് എന്നൊക്കെയുള്ള കമന്റുകളുമാണ് ഏജിനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. തന്നെ കളിയാക്കുന്നവർക്ക് മുൻപിൽ അവൾക്കൊരു വലിയ മറുപടിയാണ് ഈ ജീനി എന്ന ക്യാരക്ടർ. ഇവിടെയാണ് ഈ കഥയിലെ ഏറ്റവും രസകരമായ കാര്യം. സ്കൂളിൽ വെച്ച് ഏജിനെ ചവിട്ടി മെതിക്കുന്ന അതേ ഹാനിൽ ജീനിയുടെ ഏറ്റവും വലിയ ഫാനാണ്. ജീനി ഒരു ഫോട്ടോ ഇട്ടാൽ ഉടനെ ഐ ലവ് യു ഉണ്ണി, നിങ്ങളെപ്പോലെ ആകാനാണ് എനിക്ക് ആഗ്രഹമെന്നൊക്കെ ഹാനിൽ കമന്റ് ചെയ്യും. തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ പാവം പെൺകുട്ടിയാണ് താൻ ആരാധിക്കുന്ന സുന്ദരി എന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല. ഏജിന് ഇത് കണ്ട് ഉള്ളിൽ ചിരിക്കും. പക്ഷേ ആ ചിരി അധികം നീണ്ടു നിന്നില്ല. ഒരു ദിവസം ഏജിൻ്റെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു. ഒരു അജ്ഞാതനയച്ച മെസ്സേജ്. അത് തുറന്നപ്പോൾ അവൾ ശരിക്കും തളർന്നു പോയി. ഒരു വീഡിയോ ആയിരുന്നു അത്. അവൾ സ്കൂൾ യൂണിഫോമിൽ നിൽക്കുന്ന വീഡിയോ. വോയിസ് ഓവറിൽ ഒരാൾ പറയുന്നു, ജീനി, നീ ശരിക്കും ഈ കാണുന്നവൾ തന്നെയാണോ? നിന്റെ ഒറിജിനൽ മുഖം ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുക്കട്ടെ. തൻ്റെ രഹസ്യം ആരോ കണ്ടുപിടിച്ചിരിക്കുന്നു. അവൾ ആകെ പരിഭ്രാന്തിയായി. തൻ്റെ സ്കൂളിലുള്ള ആരോ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് അവൾക്ക് ഉറപ്പായി. അത് തന്നെ സ്നേഹിക്കുന്ന ജിൻസങ് ആണോ, അതോ തന്നെ വെറുക്കുന്ന ഹാനിയിലാണോ? ആരാണ് ഈ കൂൾ ഗൈ? അന്ന് രാത്രി ഏജിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവളുടെ ഇത്രയും കാലത്തെ കഷ്ടപ്പാടും പ്രശസ്തിയും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകാൻ പോവുകയാണ്. ആ ബ്ലാക്ക് മെയിലർ ആരാണെന്ന് അവൾക്ക് കണ്ടുപിടിക്കണം. അടുത്ത എപ്പിസോഡിൽ ഏജിൻ ആ സത്യം തിരിച്ചറിയുകയാണ്. ആരാണ് ആ ചതിയൻ? അടുത്ത വീഡിയോയിൽ നമുക്കത് ഡീറ്റെയിൽഡായി നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാം.